ഹലോ, ഒരു സൽപുത്രൻ പിറന്നിട മണ്ണിൽ കേട്ടില്ലേ? അങ്ങനെ ഒരു സൽപുത്രനെ കാണാനാട്ടോ ഞാൻ പോകുന്നത്. ആരാ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായല്ലോ. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇന്ത്യസ് പ്രൗഡ് മാൻ സച്ചിൻ തെണ്ടുൽക്കർ സാർ. ഞാൻ മുന്നേ ഷാരൂഖ് ഖാൻ്റെ മന്നത്ത് ഹൗസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നാണ് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ വീഡിയോകളെ കാണിക്കാൻ വേണ്ടി. ഞാൻ ആരാധകൻ്റെ വിഷമം മനസ്സിലായിക്കൊണ്ട് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ വീട് അന്വേഷിച്ച് പോവുകയാണ്. ഈ കാണുന്ന വീടൊക്കെ കണ്ടത് എങ്ങനെയല്ലേ ഇല്ലാത്ത ആൾക്കാരൊക്കെ താമസിക്കുന്നത്? ഞാൻ അന്വേഷിച്ച് ഇതൊരു പാർക്കിലെത്തി. ഇത് ബാന്ദ്ര വെസ്റ്റ് സൈഡാണ്. ഇതിലിങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഒരു സംഭവം കണ്ടു. ഇതാക്കണ്ടോ, ഒരു ബാറ്റ്. ഇതിൽ ആരാ സൈൻ ചെയ്തിരിക്കുന്നത്? ആരാ? നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ, വേറെ ആരുമല്ല. അങ്ങനെ അപ്പിക്ക് മനസ്സിലായി ഇവിടെ എവിടെയാണ് വീടുള്ളതെന്നും. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞേ. ഞാൻ സച്ചിൻ തെണ്ടുൽക്കറിനെ ചെക്കിൻ ചെയ്തിട്ടുണ്ട്, ബോർഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഓട്ടോഗ്രാഫും തന്നിങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ അതിവിടെ ഇങ്ങനെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. അറ്റ് ലാസ്റ്റ് ഞാൻ ഇതാ ലക്ഷ്യത്തിലേക്ക് എത്തിരിക്കുകയാണ് ഗൈസ്. അതാ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ലെജൻഡിൻ്റെ വീട്. ഞാനിങ്ങനെ ആലോചിക്കുക, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ, കാണാൻ പറ്റിയെങ്കിൽ ഒരു ചാൻസ് അല്ലേ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ കുറേ നേരം ആ ഗേറ്റിന് മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു എന്നല്ലാണ്ട് ആ ഗേറ്റൊന്നും തുറന്ന് കാണാനുള്ള യോഗം എനിക്ക് ഉണ്ടായില്ല കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഇത് ചെറിയ വീടാണെങ്കിലും 10 നില എങ്ങാനുണ്ട് ഈ വീടിന്. 100 കോടി ഇൻഷുറൻസിൻ്റെ വീടാട്ടോ. അതൊക്കെ കണ്ട് ആസ്വദിക്കുക, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാം. പെരിക്രോസ് റോഡ് 19A, വീട് നമ്പർ 19A ആണ്. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ബിരിയാണി ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഓഫീസ് ഓപ്പണാണ്. ആ കാണുന്ന സൈഡിൽ കാണുന്നതാണ് അവരുടെ ഓഫീസ്. അത് ഓപ്പണാണ്, പക്ഷേ ഗേറ്റൊന്നും ഓപ്പൺ ചെയ്യുന്ന പോലും ഇല്ല. ഞാനിങ്ങ് തിരിച്ചു പോന്നു. ഞാൻ അങ്ങനെ തിരിച്ച് ആ പാർക്കിൽ തന്നെ വീണ്ടും എത്തി. അങ്ങനെ നടക്കുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറിഞ്ഞത്. സെലിബ്രിറ്റീസ് വരുന്നൊരു പാർക്കുണ്ട് ഇവിടെ. എന്നാൽ ശരി, പാർക്കെങ്കിൽ പാർക്ക്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞ സെലിബ്രിറ്റീസ് വരുന്ന പാർക്ക്, ജോഗേഴ്സ് പാർക്ക്. സത്യം പറയാലോ, ഞാനിവിടെ ഒരു സെലിബ്രിറ്റീനെയും കണ്ടില്ല കേട്ടോ. ഞാൻ നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. ആർക്കും നേരമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കാൻ പോലും. എന്തിനൊന്ന് കണ്ണെടുത്ത് നോക്കുന്ന പോലും ഇല്ല ആരും. ഞാൻ എല്ലാവരെയും മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് നോക്കുക, ഒന്നുമില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറ്റം പറയാനെങ്കിലും 4 പേര് ഒരുമിച്ചിരിക്കും. ഇത് അതുമില്ല. എല്ലാവരും ഒറ്റയ്ക്ക് അവരവരുടെ കാര്യം നോക്കി നടക്കുന്നത്. ഞാൻ മൊത്തത്തിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് തിരിച്ചു പോവാം, ഇരുടാവാനായി. നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.